ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസ് ഡീകോഡിംഗ് ആണ്. നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസ് വന്നു, അതിന്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ട് അല്ലേ? അതായത് ഒരു പ്രിലിമിനറി എക്സാം ഉണ്ട്. പ്രിലിമിനറി എക്സാം ടു ബി എക്സ്പെക്റ്റഡ് ബൈ മെയ് ആണ് നമുക്ക് ആ ഡേറ്റ് PSC തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു മെയിൻസ് എക്സാം ഉണ്ട് അല്ലേ? പ്രിലിമിനറി എക്സാമിന് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു മെയിൻസ് എക്സാം ഉണ്ട്. മെയിൻസ് എക്സാമിൽ 2 പേപ്പറാണ് ഉള്ളത്, ഫോർനൂണും ആഫ്റ്റർനൂണും. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒരു 200 മാർക്സിനാണ്. അപ്പം ഇതിന്റെ ഒരു എക്സാം ഡേറ്റ് വരുന്നത് ഏതാണ്ട് സെപ്റ്റംബറോട് കൂടിയായിരിക്കും മെയിൻസിന്റെ എക്സാം എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഹാർഡ്ലി ഒരു 8 മന്ത്സ് ആണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. അതായത് മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഹാർഡ്ലി ഒരു 8 മന്ത്സ് ആണ് ഉള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മെയിൻസ് എക്സാമിന് മാക്സിമം മാർക്ക് മേടിക്കുന്നവർക്ക് മാത്രമേ, അതായത് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലേക്ക് എത്തണം എങ്കിൽ മെയിൻസ് എക്സാമിന് നല്ല മാർക്ക് മേടിക്കണം. ഓക്കെ. പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ ഒരു +or-5 ആണ്. സാധാരണ PSCയുടെ എല്ലാ ഇന്റർവ്യൂവും വരുന്നത് ഒരു +or-5 ആയിരിക്കും വരുന്നത്. അപ്പം മെയിനായിട്ട് നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഏതാ? 8 മാസം കൊണ്ട് നമ്മൾ മെയിൻസിന്റെ പേപ്പർ പക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ നമ്മുടെ സ്ട്രാറ്റജി എന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. മെയിൻസിന് 2 പേപ്പർ ഉണ്ട്. ഇവിടെ പ്രിലിംസിനും മെയിൻസിനും ഓവർലാപ്പ് ചെയ്തു വരുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട് അല്ലേ? അത് പ്രിലിംസിന്റെ പരീക്ഷയ്ക്കും ഉള്ളതുണ്ട്, മെയിൻസിന്റെ പരീക്ഷയ്ക്കും കൂടെ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്തു വരുന്ന കുറച്ച് പോർഷൻ ഉണ്ട്. ആദ്യം ഈ ഒരു പോർഷൻ പക്കായിട്ട് കവർ ചെയ്യണം. അതായത് പ്രിലിംസിനും മെയിൻസിനും കൂടെയുള്ള ഓവർലാപ്പ് ചെയ്ത് വരുന്ന, അതായത് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് പക്ക കവർ ചെയ്യണം, പോർഷൻസ് പക്ക കവർ ചെയ്യണം. നെക്സ്റ്റ് എന്താ വേണ്ടേ? പ്രിലിംസിനും മെയിൻസിനും മാത്രമുള്ള പോർഷൻസ് നമ്മൾ അത് ഏതാണ്ട് ഒരു ഐഡിയ ആക്കി വെക്കണം ബൈ മെയ് എന്നുള്ളത്. അതായത് നമ്മൾ ഒന്നും വിട്ട് കളയരുത്. അത് മെയിൻസിന്റെ എക്സാം അടക്കം ഒരു ഫസ്റ്റ് റൗണ്ട് റീഡിംഗ് എങ്കിലും നമ്മളെ ഒരു മെയ്യോടുകൂടി കഴിയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഈ പ്രിലിംസ്, അതായത് നമുക്കിവിടെ ഒരു എക്സാമിന്റെ സിലബസ് നോക്കുമ്പോൾ നമുക്ക് കാണാം, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, പിന്നെ IT, ഇത് മൂന്നും കൂടെ തന്നെ ഏതാണ്ട് 50 മാർക്കിന്, 50 അല്ല 60 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരും പ്രിലിംസിന്. ബാക്കി 40 മാർക്കിന് മാത്രമാണ് GK പോർഷൻ, അല്ലെങ്കിൽ ബാക്കിയുള്ള പോർഷനിൽ നിന്ന് 40 മാർക്കിന് മാത്രമാണ് ചോദ്യം ഉള്ളത്. ഇതുവരെയുള്ള എല്ലാ പ്രിലിംസിനും നമ്മൾ നോക്കുമ്പോൾ കാണാം, മെയിൻ ആയിട്ടുള്ള എക്സാംസിന്, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, കമ്പനി ബോർഡ് ആയിക്കോട്ടെ, ഈ എക്സാമിനെല്ലാം ഒരു 50 മാർക്സ് ആണ് ഓൺ ആൻ ആവറേജ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. പ്രിലിംസിന്റെ കട്ട് ഓഫ് ഓൺ ആൻ ആവറേജ് 50 മാർക്സ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു പോർഷൻസ് ഏതാണ്ട് ഒരു കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 60 മാർക്കിന്റെ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻ, അതായത് പക്കയായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 60 മാർക്സിൽ നിന്ന് അയാൾക്ക് ഒരു 50 മാർക്ക് സുഖമായിട്ട് നേടാൻ കഴിയുന്ന രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. അതല്ല എന്നുണ്ടെങ്കിൽ 40 മാർക്ക് മിനിമം നേടിയാൽ പോലും പിന്നീട് ഒരു 40 മാർക്കിന്റെ GKയിൽ നിന്ന് ഒരു 10-15 മാർക്ക് നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താവും? സേഫ് സോണിലാവും, നമുക്ക് മെയിൻസിന് ക്വാളിഫൈഡ് ആവും. മാത്രവുമല്ല, പ്രിലിംസിന്റെ സിലബസ് കവർ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാര്യം, അതായത് ഫസ്റ്റ് ഒരു 1 ടൈം റീഡിംഗ് എങ്കിലും ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ കവർ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ കാര്യം, ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഈസി ക്വസ്റ്റ്യൻസ് വിട്ട് കളയരുത്, അത് അറ്റൻഡ് ചെയ്യണം. ഈസി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് അതിന്റെ മാർക്ക് കിട്ടിയില്ല എങ്കിൽ എല്ലാവരിൽ നിന്നും നമ്മൾ പുറകിലോട്ട് പോകും. കാര്യം ഈസി ക്വസ്റ്റ്യൻസ് എല്ലാവരും ശരിയാക്കുമ്പോൾ നമുക്കത് ശരിയാക്കാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ ഷോർട്ട് ലിസ്റ്റിന്റെ പുറകിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തത് മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലേ? ഈ ടഫ് ക്വസ്റ്റ്യൻസ് വിട്. കാര്യം അത് ഒരു 90% എത്ര പഠിക്കുന്ന ആൾക്കാർ പോലും ഈ ടഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ ഒരു 90% ആൾക്കാരും അത് അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഈ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാം, ഇപ്പം മെയിൻ ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നമുക്ക് എലിമിനേഷൻ ടെക്നിക്കിലൂടെ, അല്ലെങ്കിൽ ഓപ്ഷൻസ് തരുമ്പം, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്ക് ഓപ്ഷൻസ് തരുമ്പം എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് ആൻസറിലേക്ക് ചെല്ലാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് പ്രിലിംസിന്റെ ബാക്കിയുള്ള പോർഷൻ ഒരു 1 ടൈം റീഡിങ് കഴിയണമെന്ന് പറയുന്നത്. ഇനി അടുത്തത് മെയിൻസിന്റെ പേപ്പർ ആ ഒരു ടൈമിലേക്ക് കഴിയേണ്ടതിന്റെ ആവശ്യകത. അതായത് നമ്മൾ മെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു പോർഷനൊക്കെ ഏതാണ്ട് ഈ മെയിൻസ് അടക്കമുള്ള പോർഷൻ കഴിയുമ്പോൾ ഏതാണ്ട് ഒരു ജൂൺ ആയിക്കോട്ടെ. അതല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഈ ഒരു സമയത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജൂലൈയോടുകൂടി ഈ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റൂ. ജൂലൈയോടുകൂടി തീർച്ചയായിട്ടും മെയിൻസിന്റെ ഫുൾ പോർഷൻ നമ്മൾ കവർ ചെയ്യണം. ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്,
ജൂലൈ കഴിഞ്ഞ് ഒരു മാസം, അതായത് സെപ്റ്റംബറിൽ നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാമെങ്കിൽ ഓഗസ്റ്റ് എന്നുള്ള ഒരു മാസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത്, ഹോട്ട് ടോപ്പിക്സ് വർക്ക്ഔട്ട് ചെയ്ത്, അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്, അതായത് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഒരുപാട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓഗസ്റ്റ് മാസം നമ്മൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പഠിത്തത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനും റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് മുന്നിലേക്ക് വരാനും നമുക്ക് സാധിക്കും. ഇനി ഇവിടെ ഓരോ പോർഷനായിട്ട്, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ നമുക്ക് ഓരോ പോർഷൻ ഉണ്ടല്ലേ, ഓരോ പോർഷനായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഇവിടെ ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററി പഠിക്കണം, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം, വേൾഡ് ഹിസ്റ്ററി പഠിക്കണം. ഇത് മൂന്ന് കൂടി പ്രിലിംസിന് ഏതാണ്ട് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. എന്നാൽ മെയിൻസിനോ 7 മാർക്കിനാണ് ഇതിൽ മൂന്നിൽ നിന്നും കൂടിയുള്ള ചോദ്യങ്ങൾക്ക് വെയിറ്റേജ്. ഇവിടെ കേരള ഹിസ്റ്ററി യൂറോപ്യൻസിന്റെ അറൈവലും യൂറോപ്യൻസിന്റെ കോൺട്രിബ്യൂഷൻ, പിന്നെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, അത് ഫുള്ള് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതാണ്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരു കേരള ഹിസ്റ്ററിയുടെ ഒരു പകുതി പോർഷൻസ് കഴിയും. നെക്സ്റ്റ് സോഷ്യൽ ആൻഡ് റിലീജിയസ് മൂവ്മെന്റ്സ്, അതും ഹോട്ട് ടോപ്പിക്കാണ്. നമുക്ക് ചോദ്യങ്ങൾ മെയിനായിട്ട് വരുന്ന ഫോക്കസ് ഏരിയ ആണ് ഈ 2 ടോപ്പിക്ക്. പിന്നെ നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, ഇത് കേരള സാഹിത്യ ചരിത്രം എന്നുള്ളൊരു പോർഷൻ ഉണ്ട്. അതായത് കേരള ലിറ്ററേച്ചർ എന്നും മറ്റൊരു പോർഷൻ നമുക്ക് ഈ എക്സാമിനുണ്ട്. അതിനകത്തും ഈ ഒരു ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി എന്നുള്ള ഈ ഒരു പോർഷൻ എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. മാത്രമല്ല പണ്ടത്തെ ചോദ്യങ്ങളിൽ ഈ ഒരു കേരള ഹിസ്റ്ററിക്കകത്ത് അല്ലെങ്കിൽ കേരള ലിറ്റററി സോഴ്സ് എന്ന് എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കാതെ മലയാളം എന്ന ആ ഒരു ഹെഡിങ്ങിനകത്തായിരുന്നു ഈ ഒരു പോർഷനൊക്കെ വന്നിട്ടുള്ളത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നവര് ആ ഒരു ആസ്പെക്റ്റും കൂടെ മനസ്സിലാക്കി വേണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ. ദെൻ യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, ഇത് ചെറിയൊരു പോർഷൻ യുണൈറ്റഡ് കേരള മൂവ്മെന്റ്. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956, അത് നമ്മളൊന്ന് ഓടിച്ചൊരു പെരിഫറൽ നോളജ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അത്യാവശ്യം. കാര്യം ഏതൊക്കെ മന്ത്രിമാർ ഏതൊക്കെ ടൈമിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഐഡിയ വെക്കണം. അതുപോലെ തന്നെ എന്തൊക്കെ മെയിൻ ആയിട്ടുള്ള പോളിസീസ്, അതുപോലെ തന്നെ സ്കീംസ്, അങ്ങനെയുള്ള മെയിൻ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ആ സമയത്തുള്ള ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കാലഘട്ടം എന്തായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്തും ഒരു ഒട്ടുമിക്ക 90% പോർഷൻസും എന്താണ്? ഓവർലാപ്പിംഗ് ആണ്. വളരെ ചുരുക്കം പോർഷൻസ് മാത്രമാണ് പ്രിലിംസിന് മാത്രമായിട്ട് പഠിക്കാനുള്ളത്. അപ്പം അതിന്റെ ലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ടും ഇൻഡിപെൻഡൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഇൻഡിപെൻഡൻസ് മൂവ്മെന്റും അതുമായിട്ട് റിലേറ്റ് ചെയ്ത സംഭവ വികാസങ്ങളും, അതിപ്പോ ഒരു ഹോട്ട് ടോപ്പിക് പോലെ മിക്ക PSC എക്സാമിൽ കാണുന്ന ഒരു സംഭവമാണ് ഇത്, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, അതായത് റവല്യൂഷണറി മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അത് മെയിൻ ആണ്. പിന്നെ ഈ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ് ഉണ്ടല്ലോ, ഈ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡും എക്കോണമിയിൽ 5 ഇയർ പ്ലാൻ ഉണ്ട്. ഈ എക്കണോമി 5 ഇയർ പ്ലാൻ കൂടെ ഓവർലാപ്പ് ചെയ്ത്, അതായത് നമ്മൾ അത് രണ്ടും കൂടെ റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് 2 പോർഷൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. കുറച്ചും കൂടെ നമുക്ക് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അത് ഓർമ്മയിൽ നിൽക്കാൻ സഹായിക്കുകയും ചെയ്യും. പിന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നത്. നെക്സ്റ്റ് വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററിയിൽ ആദ്യത്തെ, അതായത് അമേരിക്കൻ റവല്യൂഷൻ, ബ്രിട്ടീഷ് റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, ഈ ഇത്രയും റവല്യൂഷന്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു സെയിം ഫ്രെയിം വർക്ക് ആയിരിക്കും എല്ലാത്തിനും ഉള്ളത്. അമേരിക്കൻ റവല്യൂഷൻ അല്ല ബാക്കിയുള്ളത്. അപ്പൊ നമുക്ക് ആ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ്, ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ വർഷത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. ഇവിടെ മിക്ക എക്സാമുകൾക്ക് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് ചില സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നല്ല ടഫായിരിക്കും. പക്ഷേ ആ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ഒരു 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ് ടഫ് ആക്കിയിട്ട് 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലായിരിക്കും PSC ചോദിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് എലിമിനേഷൻ ടെക്നിക്കിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉത്തരം ഈസി ആയിട്ട് കണ്ടെത്താനായി സഹായിക്കാൻ പറ്റും. നെക്സ്റ്റ് ജോഗ്രഫിക്കകത്തും 3 പോർഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്, ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി. ഇതിനകത്ത് കുറച്ചും കൂടി ഡെപ്തിലാണ് നമുക്ക് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി പഠിക്കേണ്ടത്. അതായത് പണ്ടത്തെ ഒരു കൺവെൻഷണൽ PSC എന്നുള്ള ലെവലിലല്ല, ഇപ്പോൾ ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി ഡിഗ്രി ലെവൽ എക്സാമിന് കുറച്ചുകൂടി ഡെപ്തിൽ ചോദിക്കുന്നുണ്ട്. അത് SCERT NCERT ടെക്സ്റ്റിനകത്തൊക്കെയാണ് മെയിൻ ആയിട്ടും വരുന്നത്. അതുകൊണ്ട് മാക്സിമം അത് കവർ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഇതിനകത്ത് വേറൊരു കാര്യം, നെക്സ്റ്റ് ഇന്ത്യൻ ജോഗ്രഫി. ഇന്ത്യൻ ജോഗ്രഫിക്കകത്തും ഏതാണ്ട് ഒരു പണ്ട് വരുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ വരും. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ ഡെപ്തില് ആ ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഇതിനകത്ത് വേറൊരു
പോർഷനാണ് എനർജി സോഴ്സസ് എന്നുള്ളത്. ഈ എനർജി സോഴ്സസ് എന്നുള്ള പോർഷൻ പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് വരുന്ന ഒരു പോർഷനാണ് എനർജി സോഴ്സസ്. മെയിൻസിന് എനർജി സോഴ്സസ് എന്ന് തന്നെയുള്ള ഒരു മോഡ്യൂൾ ഉണ്ട്. പക്ഷെ പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് വരുന്ന ഒരു പോർഷനാണ് എനർജി സോഴ്സസ്. നെക്സ്റ്റ് കേരള ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫിയുടെ ബാക്കി സ്റ്റാറ്റിക് പോർഷൻ പറഞ്ഞതുപോലെ നമ്മളൊരു പോർഷൻസ് കവർ ചെയ്യുക, അതിനുശേഷം മാക്സിമം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അടുത്തത് എക്കണോമിക്സും ഈ പറയുന്നുണ്ട് പ്രിലിംസും മെയിൻസും ഉണ്ട് അല്ലേ, പ്രിലിംസും മെയിൻസും ഉണ്ട്, ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഓവർലാപ്പ് ചെയ്ത് വരുന്ന, അതായത് പ്രിലിംസിന് കുറെ പോർഷൻസ് ആസ് സച്ച് നോക്കാനുണ്ട്, അതുപോലെ തന്നെ മെയിൻസിനും അത്രയും പോർഷൻസ് ആസ് സച്ച് നോക്കാനുണ്ട്. ഇവിടെ ഞാൻ ഈ ഓവർലാപ്പ് ചെയ്ത് വരുന്നത് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് ഹോട്ട് ടോപ്പിക് ആണ് കേട്ടോ. അതായത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ, പിന്നെ 5 ഇയർ പ്ലാന്, നീതി ആയോഗ്, ഇവയെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1956, അതും ഈ 5 ഇയർ പ്ലാൻസും കൂടെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. കുറച്ചും കൂടെ ഈസി ആയിട്ട് 2 പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, RBIയും RBIയുടെ ഫങ്ഷൻസും. അത് കഴിഞ്ഞിട്ട് ടാക്സും ടാക്സ് സ്ട്രക്ചറും ഒക്കെയാണ് നമുക്ക് എക്കണോമിക്സിനകത്ത് പഠിക്കാനുള്ളത്. സിവിക്സിനകത്തോ, പ്രിലിംസിന്റെ സിവിക്സ് എന്നുള്ളത് വലിയൊരു പോർഷനാണ്. പക്ഷെ മെയിൻസിനകത്ത് സിവിക്സ് എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ കീഴിലല്ല പോർഷൻസ് വരുന്നത്. അതായത് അതിനകത്ത് ഇ ഗവേണൻസ് ഉണ്ട്, കേരള എക്കണോമി ഉണ്ട്, അതിന് ആ ഒരു ഹെഡിങ്ങിലായിരിക്കും പല പോർഷൻസും വരുന്നത്. ഇവിടെ നോക്കൂ, മെയിൻസിന്റെ പോർഷനിൽ ഇ ഗവേണൻസ് എന്ന ടോപ്പിക്കിന്റെ കീഴിലാണ് ഇ ഗവേണൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇ ഗവേണൻസിന് ബാക്കിയുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അതായത് IT ആക്ട്, അത് നമ്മുടെ പ്രിലിംസിന്റെ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള പോർഷനകത്ത് വരും. പിന്നെ വളരെ ചുരുക്കം പോർഷൻ മാത്രമാണ് മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ സിലബസ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ മെയിൻസിന്റെ ടൈം ആകുമ്പോൾ കുറെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. പിന്നെ കേരള എക്കണോമി മെയിൻസിനകത്ത് വരുന്ന പോർഷനാണ് ഇത് ലാൻഡ് റിഫോംസ്. ഇവിടെ ഇ ഗവേണൻസും ലാൻഡ് റിഫോംസും സിവിക്സ് എന്നുള്ള ടോപ്പിക്കിലാണ് പ്രിലിംസിൽ വരുന്നത്. നെക്സ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെയിൻസ് ആസ്പെക്റ്റില് കുറേയും കൂടെ വാസ്റ്റ് ആണ്. അതായത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനും അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. ഇവിടെ പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയിട്ട് വരുന്നത് പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ റൈറ്റ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, പിന്നെ എമർജൻസി അമെൻമെന്റ്, ഇത്രയും പോർഷൻസ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന മെയിൻ ഹെഡിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ആർട്സ് ആൻഡ് കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചർ, ഇത് മൂന്നും നമ്മൾ ബേസിക് ആയിട്ട് കുറെ പഠിച്ചു വെക്കണം. അത് മാത്രമല്ല കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും വരുന്ന കറണ്ട് അഫയേഴ്സ് റിലേറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന വാർത്തകളും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ ആ ഒരു 1 ലൈൻ മാത്രം പഠിക്കാതെ കുറച്ചുകൂടി അതിനെക്കുറിച്ച് ഡേറ്റ കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതാണ് നമ്മുടെ സ്പോർട്സ് പറയുമ്പോൾ പറയും ചെസ് എന്നൊക്കെ ഉള്ളത്. ചെസ്സൊക്കെ ഇപ്പൊ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് ചെസ്സിന്റെ ബാക്കിയുള്ള ഫാക്ട്സും കൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ വേറൊരു കാര്യം ലിറ്ററേച്ചർ ആണ്, നമ്മൾ നോക്കി. ഇനി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥി ചെയ്യേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. അതായത് നമ്മളിപ്പം ഒരു ആവേശത്തിൽ നമ്മൾ ആദ്യത്തെ ദിവസം ഒരു 5 മണിക്കൂർ ടാർഗറ്റ് ഇട്ട് നമ്മൾ 4 മണിക്കൂർ പഠിച്ചു, പിറ്റേ ദിവസം 5 മണിക്കൂർ ടാർഗറ്റ് ഇട്ട് 3 മണിക്കൂറായി, അതിന്റെ പിറ്റേ ദിവസം 4 എന്നുള്ള ടാർഗറ്റ് ഇട്ടിട്ട് നമ്മൾ 2 മണിക്കൂർ പഠിക്കുന്നു. അങ്ങനെ പയ്യെ നമ്മുടെ ആ ഒരു ഗ്രാഫ് എന്നുള്ളത് ഡിക്രീസ് ചെയ്ത് വരുന്നതാണ് കാണുന്നത്. പക്ഷേ ബോഡി റീഡിംഗ് റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് ബാക്കിയുള്ള എല്ലാ അമ്യൂണിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ബുക്സ് വരെ ഉണ്ട്. അതുപോലെ തന്നെ AC ക്യാബിന്, 24/7 CCTV സർവൈലൻസ്, ചാർജിങ് പോയിന്റ് എല്ലാ ക്യാബിനിലും സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. ഡിസ്കഷൻ ഏരിയ, അത് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ നടത്തി നമുക്കൊരു ടോപ്പിക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ ഏരിയ, അതായത് ബാക്കിയുള്ള പഠിക്കുന്ന പിള്ളേരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് പോർഷൻസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വിദ്യാർത്ഥികൾക്ക് പഠിത്തം ഏറ്റവും സുഗമമാക്കുക എന്ന രീതിയിലാണ് ബോഡി റീഡിംഗ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വഴുതക്കാട് വിമൻസ് കോളേജിന് തൊട്ടടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 8089695014 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. നമ്മൾ നോക്കി ലിറ്ററേച്ചറും സ്പോർട്സും. നെക്സ്റ്റ് ഏതാ? കമ്പ്യൂട്ടർ ഇപ്രാവശ്യം, അതായത് കഴിഞ്ഞ പ്രാവശ്യം കമ്പ്യൂട്ടർ LSGSന്റെ മെയിൻസിന് ഇല്ലായിരുന്നു. പക്ഷെ കമ്പ്യൂട്ടർ ഇപ്രാവശ്യം പ്രിലിംസിനും ഉണ്ട് മെയിൻസിനും ഉണ്ട്.
കമ്പ്യൂട്ടർ കുറച്ചും കൂടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കമ്പ്യൂട്ടർ. അതായത് നമ്മൾ ജോഗ്രഫി പഠിക്കുന്നത് പോലെയോ ഹിസ്റ്ററി പഠിക്കുന്നത് പോലെയോ ഒരുപാട് നമുക്ക് വലിച്ചു വാരി പഠിക്കേണ്ട കാര്യമില്ല. കമ്പ്യൂട്ടർ എന്നുള്ളതിനെ ക്രക്സ് മാത്രം നോക്കുക ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് HTML എന്നുള്ളൊരു പോർഷനിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഡിവൈസസ്, മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ് മുതലായ നെറ്റ്വർക്ക് ഡിവൈസസിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. HTML ഞാൻ പറഞ്ഞു. പിന്നെ സൈബർ ക്രൈം ആൻഡ് സൈബർ ലോ, ഇത് ഞാൻ പറഞ്ഞു. ഗവേണൻസ് എന്നുള്ള ഒരു ഹെഡിങ്ങിലാണ് എവിടെ വരുന്നത്, മെയിൻസിന്റെ പോർഷനിൽ വരുന്നത്. പക്ഷെ പ്രിലിംസിൽ ഗവേണൻസ് എന്ന ആ ഒരു ടോപ്പിക്കിന്റെ കീഴിലാണ് ഏത് വരുന്നത്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വരുന്നത്. ഇതും ഒരു ഹോട്ട് ടോപ്പിക്കാണ്. അപ്പം ഈ പോർഷൻസ് എല്ലാം നമ്മൾ പ്രിലിംസിന് മുമ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസിന് നല്ലൊരു മാർക്കോട് കൂടി ടെൻഷൻ ഒന്നും ഇല്ലാതെ പ്രിലിംസിന്റെ എക്സാം കഴിയുന്നതിന്റെ പിറ്റേന്ന് തന്നെ നമുക്ക് മെയിൻസ് അത്രയും ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാക്കാതെ ആ ഒരു ഫോക്കസോടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൂളായിട്ട് നമുക്ക് മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നാണ് ഏറ്റവും അത്യാവശ്യം. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഏറ്റവും അത്യാവശ്യമായി നമ്മൾ പഠിക്കേണ്ടത്, അതായത് മെയിൻസിന്റെ ഫിസിക്സിനകത്തും വരുന്ന ഒരു ടോപ്പിക്കാണ് ISROയും അല്ലെങ്കിൽ ടെക്നോളജി ഇൻ സ്പേസ് എന്നിവ. ഇവിടെ ടെക്നോളജി ഇൻ സ്പേസ് നോക്കുന്നതിനോടൊപ്പം, അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസ് നോക്കുന്നതിനോടൊപ്പം നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള വാർത്തകൾ. അതും ഈ ഒരു ആസ്പെക്റ്റിൽ, അതായത് ഈ ഒരു എക്സാം ആസ്പെക്റ്റിൽ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. നെക്സ്റ്റ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ്, അതൊരു മോഡ്യൂളാണ് മെയിൻസ് എക്സാമിന്. അതുപോലെ തന്നെ പ്രിലിംസിൽ SNDക്കകത്ത് വരുന്ന ഒരു പോർഷനാണ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് എന്നത്. അതിനകത്തും കുറെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറെ ഫാക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ്. മാത്രവുമല്ല റീസെന്റ് ആയിട്ട് നടക്കുന്ന എംപ്ലോയ്മെന്റ് ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, പാക്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രംപ് അധികാരത്തിൽ ഏറ്റതിന് ശേഷം എന്ത് സംഭവിച്ചു, പാരീസ് ഉടമ്പടിയിൽ നിന്നും US പിന്മാറുകയാണ് ഉണ്ടായത്. അപ്പം അതും അതുപോലെ റിലേറ്റ് ചെയ്ത് വരുന്ന ന്യൂസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിനകത്ത് ഹ്യൂമൻ ബോഡി, അതായത് SNDക്കകത്ത് വരുന്ന ഒരു പോർഷനാണ് ഏത്, ഹ്യൂമൻ ബോഡി പ്രിലിംസിന്. പക്ഷെ മെയിൻസിനോ ബയോളജിക്കകത്ത് തന്നെ വരുന്ന ഒരു പോർഷനാണ് ഹ്യൂമൻ ബോഡി. പിന്നെ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ഫാക്ട്, മെഡിസിൻസ്, ഇതെല്ലാം നമ്മൾ നോക്കണം. പിന്നെ അർത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇത് മൂന്നും നമ്മൾ ബേസിക് ആയിട്ട് ആ പോർഷൻസ് ക്ലിയർ ചെയ്യുക. പോർഷൻസ് ക്ലിയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ക്വസ്റ്റ്യൻ പർട്ടിക്കുലർ ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഇതിനകത്ത് കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്കൊരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഉത്തരങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു സബ്ജക്ട് ക്വസ്റ്റ്യൻസ്, അതായത് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് PSC. അതുപോലെ തന്നെ അർത്തമെറ്റിക്കും ഇപ്രാവശ്യം കുറച്ചും കൂടെ വെയിറ്റേജ് കൂടുതലാണ് പ്രിലിംസിനും മെയിൻസിനും ഒക്കെ. അപ്പം ആ ഒരു ബോധത്തോടു കൂടി വേണം. അത് ഒരു കാരണവശാലും മാത്സ് എനിക്ക് പാടാണ് എന്ന് പറഞ്ഞ് മാത്സിനെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് പാടാണെന്ന് പറഞ്ഞ് ഇംഗ്ലീഷിനെയോ ഒഴിവാക്കി നമുക്ക് നിർത്താൻ പറ്റില്ല. ഇതൊക്കെ ഡെപ്തിൽ തന്നെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം റാങ്ക് മേക്കിങ്ങിൽ ഇതൊക്കെയാണ് നമുക്ക് അവിടെ ഒരു ഫാക്ടറായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പ്രിലിംസും മെയിൻസും കൂടെ മുന്നിൽ കണ്ടത്. അല്ലെങ്കിൽ പ്രിലിംസ് ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു പോർഷൻസ് നമ്മൾ കവർ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, പ്രിലിംസിന് മാത്രമായിട്ട് വരുന്ന പോർഷൻസും അതുപോലെ തന്നെ മെയിൻസിന് മാത്രമായിട്ട് വരുന്ന പോർഷൻസും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ആ പോർഷൻസ് ഏതൊക്കെയാണെന്നും അതെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണമെന്നും അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഇതോടെ നിർത്തുന്നു. അതുപോലെ തന്നെ ബോധി റീഡിംഗ് റൂമിന്റെ സർവീസസ് ആവശ്യമുള്ളവരെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇതിന്റെ PDF, ഈ പർട്ടിക്കുലർ വീഡിയോയുടെ PDF ടെലഗ്രാം ചാനലിലുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.